പഠനത്തിനിടയിലും ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന സംഘടനാ പ്രവർത്തനം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും സന്തോഷവും അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. ഇതിൻ്റെ സ്ഥാപകരെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ അമ്മ ലത ആൻറ്റിയും പിന്നെ അഭിലാഷ് ചേട്ടനും അനീഷ് ചേട്ടനും അവരാണ് ആക്ച്വലി ഇതിൻ്റെ സ്ഥാപകർ. ഇവരാണ് അമൃതവർഷിണിയുടെ നെടും തൂണുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അവരാണ് ശരിക്കും അമൃതവർഷിണിയുടെ ഈ വളർച്ചയ്ക്കും ഈ തുടക്കത്തിനും ഒക്കെ ഒരു കാരണം അവരാണ്. അവരുടെ എഫേർട്ടും ഒരു വലിയൊരു ഇതായിരുന്നു അമൃതവർഷിണി കാരണമായത്. അതായിരുന്നു അവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് അമൃതവർഷിണി ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ അമൃതവർഷിണി ഞാൻ തുടക്കം മുതലേ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അമൃതവർഷിണിയുടെ ഓരോ പ്രോസസ്സും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു ഇവിടെ ഫങ്ഷനിലും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അതിനുപരി ഒത്തിരി അഭിമാനവും തോന്നുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആരായാലും ഇപ്പം ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഇപ്പം കംപ്ലയിൻറ്റ് ചെയ്യുന്നവരാണ്, ഈശ്വരനോടായാലും പാരൻസിനോടായാലും. പക്ഷേ ഇവിടെ വന്ന് ഈ കുട്ടികളെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്രയും കഷ്ടം ഉണ്ടായിട്ടും അവർ സ്റ്റിൽ ദേ ആർ ഹാപ്പി. അപ്പം നമ്മളിവിടെ അമൃതവർഷിണിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവന്ന് they have to understand they are also part of society. അപ്പോൾ അവർക്കും എന്താ പറയുക, അവർക്കും കുറേ കഴിവുകളുണ്ട്. അപ്പോൾ അമൃതവർഷിണി വഴി നമ്മൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ ഇപ്പം ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് 2 to 3 times നമ്മൾ ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. അപ്പം ഗെറ്റ് ടുഗദർ നടത്തുമ്പം ഈ കുട്ടികളെല്ലാവരും ഒരുമിച്ച് വരും. അപ്പം വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം അവർക്ക് മാത്രമല്ല, അവരുടെ പാരൻസും കാരണം അവർ ഇങ്ങനെ എപ്പോഴും അവരുടെ നിൽക്കണം. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവരും എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പം അവരും ഇങ്ങനത്തെ പ്രോഗ്രാംസിന് വരുമ്പം അവരും കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കുട്ടികൾ തന്നെ ഇവർക്ക് കുറേ ടാലൻസ് ഉണ്ട്. കുറേ പേര് നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കും, കുറേ പേര് പാടും. അപ്പം അതൊക്കെ അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എക്സിബിഷന് വെക്കും, പ്രോഗ്രാംസിനൊക്കെ. അപ്പം അതുവഴിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നത്. ഈ ഇടയ്ക്ക് 2-3 TV പ്രോഗ്രാമുകളിൽ അമൃതവർഷിണിയുടെ കുട്ടികൾ അപ്പിയർ ചെയ്യുകയും അതുകൊണ്ട് തന്നെ അമൃതവർഷിണി എന്ന സംഘടനയെക്കുറിച്ച് കേരളത്തിലെ ബാക്കി എല്ലാ ആൾക്കാരുകളും അറിയുകയും ചെയ്തു. അങ്ങനെ തന്നെ അമൃതവർഷിണിനെ കുറിച്ചുള്ള ആൾക്കാരുകൾ അറിയാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള പല വ്യക്തികളിലും ആദ്യമായിട്ട് ഈ OI അല്ലെങ്കിൽ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ അല്ലെങ്കിൽ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്താണെന്ന് എല്ലാവരും അറിയുന്നത്. ഇന്ത്യയിൽ തന്നെ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ ബ്രിട്ടിൽ ബോൺ ഡിസീസിന് വേണ്ടി ഒരു സംഘടനയും ഇതുവരെ പ്രവർത്തിക്കുന്നില്ല. അമൃതവർഷിണിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റയ്ക്ക് വേണ്ടിയുള്ള സംഘടന. ഇനി വരാനുള്ള വോളണ്ടിയേഴ്സിന് വരാൻ കുറേ സോഴ്സസ് ഉണ്ട്. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ അമൃതവർഷിണിൻ്റെ സൈറ്റ് പ്രൊഫൈൽ നന്നായിട്ട് പോകുന്നുണ്ട്. കൂടാതെ അമൃതവർഷിണിക്ക് സെപ്പറേറ്റ് ഒരു സൈറ്റ് ഉണ്ട്. ഡയറക്റ്റ്ലി ഫോൺ വഴി കോൺടാക്ട് ചെയ്താലും അമൃതവർഷിണിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് നമുക്ക് അമൃതവർഷിണിക്ക് വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവരിപ്പോൾ. കേരളത്തിലുടനീളം ഈ അസുഖമുള്ള കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു സർവേ സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് അടുത്തത്. അമൃതവർഷിണിയിലെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടി അമൃതവർഷിണി പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിൽ നിരവധി ഓപ്ഷനുകൾ ഞങ്ങൾക്കുണ്ട്. അത് ഈ പല കാര്യങ്ങളും ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ അമൃതവർഷിണി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ കുട്ടികൾക്ക് അവരുടെ ജീവിതം കൂടുതൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുവാനാണ് അമൃതവർഷിണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു അമൃതവർഷിണി വോളണ്ടിയർ ആണ്, കൂടാതെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇപ്പം അമൃതവർഷിണിയുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ ഉള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ എൻ്റെ അക്കാഡമിക്സ് കൂടി എനിക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് എളുപ്പമായിട്ട് അത് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആസ് എ സ്റ്റുഡൻ്റാണ് ഞാൻ പറയണത്.
നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി മാത്രമല്ല, അത് സൊസൈറ്റിക്ക് കൂടി വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും അത് യൂസ് ചെയ്യണം. അപ്പം അതിനുള്ള വേ ആണ് ടു ബി ആൻ അമൃതവർഷിണി വോളണ്ടിയർ. സ്വന്തം ജീവിതം ഒരു ആഘോഷമാക്കി തീർക്കാൻ നമ്മൾ കാണിക്കുന്ന തിടുക്കങ്ങൾക്കിടയിൽ ഇത്തരം വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ എത്ര അർത്ഥപൂർണ്ണമാവും നമ്മുടെ ജീവിതം. ഇങ്ങനെ മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനൊപ്പമാണ് ഔട്ട് ഓഫ് ദ ബോക്സ്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.